മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിലമ്പൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ്. വരൂ, മനസ്സിനിണങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും. നവീകരിച്ച കുറുമ്പലങ്ങോട് കുടുംബാരോഗ്യ കേന്ദ്രം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സമ്മ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. ആർദ്രം പദ്ധതിയുടെ ഭാഗമായി 15.5 ലക്ഷം രൂപ NHM മുഖേനയും 22.97 ലക്ഷം രൂപ ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് മുഖേനയും ചെലവഴിച്ചായിരുന്നു കുറുമ്പലങ്ങോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നവീകരണം. എഴുതപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ്. നമ്മുടെ 11 വാർഡുകളിലായി 26,000-ഓളം ജനങ്ങൾ ആരോഗ്യ കാര്യങ്ങൾക്ക് ആശ്രയിക്കുന്ന ആരോഗ്യ കേന്ദ്രമാണ് കുറുമ്പലങ്ങോട് ആരോഗ്യ കേന്ദ്രം. സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ മേഖലയിലെ മിഷനാണ്, യജ്ഞ എന്ന് നമ്മൾ പറയും. യജ്ഞം മിഷൻ എന്ന് വെച്ചാൽ യജ്ഞം മിഷനാണ് ആർദ്രം മിഷൻ. ഒരു തീവ്രതയോടെ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക. എന്താണ് അതിൻ്റെ ലക്ഷ്യം? അതിൻ്റെ ലക്ഷ്യം നമ്മുടെ ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള എല്ലാ ആശുപത്രികളും, ഇപ്പോൾ ഓരോ ആശുപത്രികൾക്കും ഓരോ സേവനമാണ് നൽകാൻ കഴിയുക. ഇപ്പോൾ ഇവിടെ നമ്മളൊരു കാർഡിയോളജിസ്റ്റ് സേവനം ഇവിടെ നമുക്ക് നൽകാൻ കഴിയില്ല. അത് സ്പെഷ്യാലിറ്റി ഒരു താലൂക്ക് ജില്ലാതലം മുതലാണ് നൽകാൻ കഴിയുക. എന്നാൽ ഇവിടെ നമുക്ക് ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ ആരോഗ്യ കേന്ദ്രങ്ങളെ, പഞ്ചായത്ത് തലത്തിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തും. നമ്മൾ ബോർഡ് മാറ്റിവെക്കുക അല്ല ചെയ്തത്. അതിന് പകരം ഈ പ്രദേശത്തെ കുടുംബങ്ങളുടെ മുഴുവൻ ആരോഗ്യ കേന്ദ്രം, നമ്മൾക്കൊരു പനി ഉണ്ടായാൽ നമ്മൾ ഓടി മെഡിക്കൽ കോളേജിലോട്ടോ അല്ലെ ഒരു പ്രൈവറ്റ് സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിലോട്ടോ ഒന്നും പോകണ്ട, നിലമ്പൂർ ആശുപത്രിയിലും പോകണ്ട. ഇവിടെ പ്രിയപ്പെട്ട ഡോക്ടർ ചാച്ചിയുടെ പേര് പറഞ്ഞപ്പോൾ നല്ല കയ്യടി കിട്ടി. അത് അഭിനന്ദനാർഹമായ കാര്യമാണ്. കാരണം ഒരു പ്രദേശത്ത് നല്ല അതായി പ്രവർത്തിക്കുന്നതിൻ്റെ അംഗീകാരമാണല്ലോ. അപ്പം ഡോക്ടർ ഉൾപ്പെടെയുള്ള എല്ലാവരും, എല്ലാ ആരോഗ്യ പ്രവർത്തകരും, നമ്മളെല്ലാം ഒരു ചങ്ങലയുടെ കണ്ണികൾ പോലെ, എല്ലാവരും ഒരുപോലെ പ്രധാനപ്പെട്ടത്. അപ്പം ഞാൻ പറഞ്ഞത്, ഇവിടെ വന്നാൽ ഈ ഡോക്ടറോ അല്ലെ ഇവിടെയുള്ള ഡോക്ടേഴ്സിനെ കണ്ട് അവർ മരുന്ന് തരും. നമ്മളെ വ്യക്തിപരമായിട്ട് അറിയാലോ, നമ്മുടെ വീട്ടിലുള്ള എല്ലാവരെയും അറിയാം. നമുക്ക് നേരത്തെയുള്ള അസുഖം എന്താണെന്നറിയാം. നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് ഇവിടെ ഉണ്ടാകും. ഇപ്പം നമ്മളത് ഡിജിറ്റലൈസ് ചെയ്തു, പേപ്പറൊന്നും വേണ്ട. ഇവിടെയും അങ്ങനെ ഈ ഹെൽത്ത് ഉണ്ടോ, ഈ ഹെൽത്ത് ഇല്ലെങ്കിൽ ഈ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തും. നമ്മളിപ്പോൾ സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളും ആരോഗ്യ കേന്ദ്രങ്ങൾ അങ്ങനെ ആക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് നൽകാൻ കഴിയുന്ന ചികിത്സ പരമാവധി ഇവിടെ നൽകും. അനാവശ്യമായ ഒരു മരുന്ന് നൽകില്ല. ആൻറ്റിബയോട്ടിക് ഒന്നും അനാവശ്യമായിട്ട് എഴുതത്തില്ല. ആവശ്യമുള്ള മരുന്നേ എഴുതത്തുള്ളൂ. നമുക്ക് അവിടെ തന്നെ ചികിത്സിച്ച് പനി എന്താണെങ്കിലും ഭേദമാക്കാം. ഇനി അല്ല ഡോക്ടർ പറയുകയാണ്, അല്ല സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഒന്ന് കാണണം എന്ന് പറഞ്ഞാൽ മാത്രം നമ്മൾ ജില്ലാ ആശുപത്രിയിലേക്ക് പോവുക, അല്ലെ താലൂക്ക് ആശുപത്രിയിലേക്ക് പോവുക. ഇനി മറ്റ് രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള തലത്തിലേക്ക് നമുക്ക് ചികിത്സയ്ക്ക് പോകാം. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും, എല്ലാ പഞ്ചായത്തുകളിലും 885 ആരോഗ്യ കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്ത് ആകെ ഈ തരത്തിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളായിട്ട് ഉണ്ടായിരുന്നത്. എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളെയും സംസ്ഥാന സർക്കാർ 2016 നമ്മൾ ആരംഭിച്ചതാണ് ഈ ഒരു മിഷൻ. അപ്പൊ അതിന്റെ ഫലമായി 885 ആശുപത്രികളെ ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തുമ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് അടിസ്ഥാന സൗകര്യം വേണം, പരിശോധനയ്ക്കുള്ള ലാബ് സൗകര്യങ്ങൾ വേണം. അതിനനുസരിച്ച് നമുക്കൊരു എന്തെങ്കിലും പരിശോധന നടത്തണമെങ്കിൽ ഓടി നിലമ്പൂരിൽ പോയിട്ട് പരിശോധിക്കേണ്ട, ജില്ലാ ആശുപത്രിയിൽ പരിശോധിക്കേണ്ട, ഇവിടെ നമുക്ക് പരിശോധിക്കാം. അപ്പൊ അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് നടന്നു. ജില്ലാ ആശുപത്രിയിൽ സ്പെഷ്യലിസ്റ്റ് ആശുപത്രികളായി. ഇപ്പോൾ പണ്ട് നമുക്കൊരു കാർഡിയോളജി സേവനം വേണമെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോകണം. പക്ഷേ നമ്മൾ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. ഇന്നിപ്പോൾ എറണാകുളം ജില്ലാ ആശുപത്രി എന്ന വാർത്ത 1700 ക്യാൻസർ ശസ്ത്രക്രിയകൾ, കീഹോൾ ശസ്ത്രക്രിയകൾ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ജില്ലാ ആശുപത്രി ചെയ്തത് അത് എറണാകുളം ജില്ലാ ആശുപത്രി. അപ്പോൾ ഇതാണ് നമ്മൾ മിഷനിലൂടെ, ആർദ്ര മിഷനിലൂടെ ഉദ്ദേശിച്ചത്. ആളുകളുടെ എണ്ണമോ വലിയ രീതിയിൽ വർദ്ധിച്ചു. സർക്കാർ ആശുപത്രികളിൽ എത്തുന്നവരുടെ എണ്ണം, OPക്ക് IP-ക്ക് വലിയ രീതിയിൽ വർധനവുണ്ടായി. ഏറ്റവും കൂടുതൽ രാജ്യത്ത് സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ്. ഒരു കണക്ക് ഞാൻ പറയാം. 2021 സൗജന്യ ചികിത്സ ലഭിച്ച ആളുകളുടെ എണ്ണം അല്ലെങ്കിൽ തേടിയ ആളുകളുടെ എണ്ണം 2.5 ലക്ഷമായിരുന്നു സംസ്ഥാനത്ത്. ഇപ്പോൾ ഈ സാമ്പത്തിക വർഷം അത് 6.25 ലക്ഷമാണ്. 2.5 ലക്ഷത്തിൽ നിന്ന് 6.25 ലക്ഷം. ഈ 6.25 ലക്ഷം എങ്ങനെയാണ് കൊടുക്കുന്നത്? 1600 കോടി രൂപ ഓരോ വർഷവും
സംസ്ഥാന സർക്കാർ നൽകുകയാണ്. കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അതിന് ഏതാണ്ട് 7% തുക മാത്രമാണ് ലഭിക്കുന്നത്. 140 കോടി രൂപയ്ക്കടുത്താണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ആരോഗ്യ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം 6 പട്ടികജാതി സങ്കേതങ്ങൾ 13 പട്ടികവർഗ നഗറുകളും ഉൾപ്പെടുന്നതാണ് ഈ പ്രദേശം. അതിൽ നമ്മുടെ ആകെ ജനസംഖ്യയിൽ 864 പേർ ST വിഭാഗത്തിൽ നിന്ന് ഉള്ളവരാണ്. 19-20 നമ്മൾ കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് ഉയർത്തിയത്. അതിൻ്റെ ഫലമായി നമ്മൾ തസ്തികകൾ അനുസരിച്ച് മെഡിക്കൽ ഓഫീസർ PSC വഴിയും NHM വഴിയും LSGD വഴിയും ആകെ 3 പേരാണ് ഉള്ളത്. അതോടൊപ്പം ഇവിടെ പറഞ്ഞു 38 ലക്ഷം രൂപ ആരോഗ്യ കേരളവും അതോടൊപ്പം തന്നെ LSGDയും ചേർന്നാണ് ഈ കെട്ടിടത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. അപ്പം എല്ലാവരുടെയും അനുവാദത്തോടെ ഔപചാരികമായി നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് നാടിന് സമർപ്പിക്കുന്നതായിട്ട് അറിയിച്ചുകൊള്ളുന്നു. ഫാർമസി സ്റ്റോർ, ആധുനിക രീതിയിലുള്ള OP കൗണ്ടർ, 2 പരിശോധനാ മുറികൾ, ഓഫീസ് മുറി, നഴ്സിംഗ് സ്റ്റേഷൻ, ഡ്രസ്സിംഗ് റൂം, ICU റൂം, പരിരക്ഷാ റൂം, പബ്ലിക് ഹെൽത്ത് വിംഗ് റൂം, ആധുനിക ലാബ് സൗകര്യം, കാത്തിരിപ്പ് സ്ഥലം, ഒബ്സർവേഷൻ റൂം, മുലയൂട്ടൽ മുറി, ജീവനക്കാർക്കും രോഗികൾക്കും ശൗചാലയം എന്നിവ ഒരുക്കിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീന, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R രേണുക, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P പുഷ്പവലി, ചുങ്കത്ര പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ബിന്ദു സത്യൻ, MR ജയചന്ദ്രൻ, ഹാൻസി, ജില്ലാ പഞ്ചായത്ത് അംഗം NA കരീം, ഗ്രാമപഞ്ചായത്ത് അംഗം ബുഷ്റാബി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സീനത്ത് നൌഷാദ്, ആരോഗ്യ കേരളം പ്രോഗ്രാം മാനേജർ TN അനൂപ്, ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PK ബഹാവുദ്ദീൻ, കുറുമ്പലങ്ങോട് ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PA ചാച്ചി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, എടക്കര. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.